Anything else, sir? തനിക്ക് എന്തെങ്കിലും വേണോ? അയ്യോ മതി. നോ താങ്ക്സ്. ഗെറ്റ് മീ ദ ചെക്ക്. ഷുവർ സർ. എന്തൊരു ഫുഡാ ഇത്? ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും വെറൈറ്റി ഒക്കെ ടേസ്റ്റ് ചെയ്യുന്നത്. ചാച്ചനൊരു ബിരിയാണി പ്രിയനാ. എപ്പോൾ പുറത്ത് ഭക്ഷണം കഴിക്കാൻ പോയാലും ബിരിയാണി. ഇതെന്തുവാ? ദിസ് ഇസ് എ കോർണിയാക്ക്. ഇറ്റ്സ് എ ഡ്രിങ്ക് ആഫ്റ്റർ ഫുഡ്. ഞാൻ ഇത്രയും നിർബന്ധിച്ചിട്ടും താങ്കൾ ബീർ പോലും കഴിച്ചില്ല. ഇതൊന്നും ട്രൈ ചെയ്ത്. ഏയ് ഞാനില്ല, തന്നെ താനങ്ങ് കുടിച്ചാൽ മതി. പക്ഷേ ഇത് ഭക്ഷണത്തിന് മുന്നേ കുടിക്കുന്നതാണെന്നാണ് ഞാൻ കരുതിയത്. അപ്പം അറിയാം. ചാച്ചന് അല്പം കുടിക്കുമായിരുന്നു, ആഴ്ചയിൽ 2 തവണ. അത്താഴത്തിന് മുൻപ്. സ്ട്രോക്ക് വന്നപ്പോൾ നിർത്തിയെന്നാ പറഞ്ഞേ. പക്ഷേ എനിക്ക് തോന്നുന്നത് അമ്മച്ചി ഇപ്പോഴും അല്പം കൊടുക്കാറുണ്ടെന്നാ. എൻ്റെ വീട് പോലൊരു വീട്, അതാണ് എൻ്റെ സ്വപ്നം. കല്യാണത്തിന് ശേഷം ഒരു രോഗത്തിനും ഒരു ദാരിദ്ര്യത്തിനും ചാച്ചൻ്റെയും അമ്മച്ചിയുടെയും പരസ്പര സ്നേഹവും സന്തോഷവും കെടുത്താൻ പറ്റിയിട്ടില്ല. അവരുടെ ആ സ്നേഹത്തിൽ നിന്നുണ്ടായ ആദ്യത്തെ പ്രൊഡക്റ്റ് ആയതുകൊണ്ടാണ് എനിക്ക് സ്നേഹാന്ന് പേരിട്ടെന്നാണ് അമ്മച്ചി പറയുന്നത്. എന്നെ കുറിച്ച് എന്താ ചാച്ചനും അമ്മച്ചിയോടും പറഞ്ഞിരിക്കുന്നത്? ഫോട്ടോ അയച്ചു കൊടുത്തു. അടുത്ത പ്രാവശ്യം എന്നെ വിളിക്കുമ്പോൾ ഞാൻ കോൾ റെക്കോർഡ് ചെയ്ത് കേൾപ്പിച്ചരാം. അമ്മച്ചി ഫുള്ള് ക്ലാസ് എടുപ്പാ. കല്യാണം കഴിഞ്ഞാൽ അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ. മമ്മി ഓക്കെ ആയോ? ഷീസ് കമ്മിങ് നെക്സ്റ്റ് വീക്ക്. നിന്നെ കാണുമ്പോൾ ഓക്കെ ആയിക്കോളും. ജെറി, ഇങ്ങനെ പബ്ലിക് ആയിട്ടുള്ള കൂടിക്കാഴ്ച ഇനി വേണ്ട. ബിഫോർ മാരേജ് ഷോപ്പിൽ വരുന്ന പലരും കാണും. എനിക്കറിയാത്ത പലർക്കും എന്നെ അറിയാം. എൻ്റെ പൊന്നെ നിർത്തി. ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. എന്നാ പിന്നെ നമുക്ക് നാളെ അപ്പാട്ടും വിളിച്ച് കാണാം. അത് വേണോ? ഇതാ എനിക്ക് പിടിക്കാത്തത്. താൻ എപ്പോഴും എന്നെ ഒരു അന്യനായിട്ടാണ് കാണുന്നത്. എടോ, സീരിയസ് ആയിട്ട് കുറച്ച് ഭാവി കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എനിക്ക്. അതുമാത്രമല്ല, തൻ്റെ കൂടി ടേസ്റ്റിനനുസരിച്ചാണ് എനിക്ക് ആ ഫ്ലാറ്റിൻ്റെ ഇൻറ്റീരിയർ ഡെക്കറേഷൻ ചെയ്യേണ്ടത്. കല്യാണം കഴിഞ്ഞാൽ താനോടും അവിടെ കൂടുതൽ സമയം താമസിക്കേണ്ടത്. മമ്മി നെക്സ്റ്റ് വീക്ക് വരും. അതിനുള്ളിൽ എനിക്ക് എല്ലാം സെറ്റ് ചെയ്യണം. ഇന്നത്തെ പോലെ നാളെ നേരത്തെ ഇറങ്ങാൻ പറ്റില്ല. Come on, taste it. ഓ, ഇതേതാ ബ്രാൻഡ്? Grey Goose, French brand. നീ ഇതൊക്കെ എവിടുന്ന് തപ്പിക്കൊണ്ട് വരുന്നു? This is a well-known brand. ഞാനിത് കിരണ് സജസ്റ്റ് ചെയ്താ. എവിടെ വല്ലപ്പോഴും 2 എണ്ണം കാച്ചു, അതും റം. എന്തെങ്കിലും ഒന്ന് ഇഷ്ടപ്പെട്ടു പോയാ പിന്നെ അത് വിട്ടൊരു കളിയില്ല അവന്. അങ്ങനെ എന്റെ കിരണിനെ കളിയാക്കൊന്നും വേണ്ട. ദാറ്റ്സ് എ ഗുഡ് ക്വാളിറ്റി ഇൻ ഫാക്ട്. ആന്നേ, അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. Please, one more. Sure. आप लोग किधर जा रहे हो? हम लोग 13 निला जा रहा हूँ. What? हम एक पेशेंट से मिलने के लिए जाता है. बैग में क्या है? We don't allow outside food. ये पुट्ट नहीं है. दिखाओ, खोल के दिखाओ. क्या है? ये कलम है. कलम? I mean चिदाभस्म. वो पेशेंट का बाप मर गया. चिदाभस्म अवशिष्ट है. नमस्कार करना है. उसका पहले എന്ന് വെച്ചാ കടലിൽ ഒഴുക്കണം. पहले नमस्कार नमस्कार നമസ്കാർ. आप लोग पंजाब से हैं? हाँ जी. I don't understand this language. You see, we are born and brought up in Ceylon. Yeah. That is why. Okay, carry on. जाओ. जा.